ടീം മധുരം കണക്ക് വെൽക്കം ടു സെല്ലുലോയിഡ്. ഞാൻ ഈ പേര് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ഫൺ മൂവിയാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് കേട്ടോ. കാരണം നിർമ്മലേട്ടൻ പിന്നെ അതുപോലെ ഹാരിഷേട്ടൻ സെന്തിലിനെയൊക്കെ കണ്ടപ്പോഴത്തേക്കും ഇത് അങ്ങനെ കോമഡി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പടമാണെന്നാണ് ഞാൻ കരുതിയത്. ടീസർ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര കുറച്ചുകൂടി എന്തൊക്കെയോ ലെയേഴ്സ് ഉള്ളൊരു പടമാണെന്ന് തോന്നി. എന്താണ് ശരിക്കും മധുരം കണക്ക്? മധുരക്കണക്കൊരു മധുരം നിറഞ്ഞൊരു കണക്കാണ്. സാധാരണ ചില കണക്ക് ക്ലാസ്സുകൾ എപ്പോഴും ഭയങ്കര കയ്പ് നിറഞ്ഞതാണെന്നാണ് ആളുകൾ പറയുക. അങ്ങനെയല്ല, ഇതൊരു മധുരം കൂടുതൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, വളരെയധികം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അധികം ആസ്വദിക്കാവുന്ന ലോകത്തിലെ വലിയൊരു വിഷയം എന്ന് പറയുന്നത് കണക്കാണെന്ന് പറയുന്ന, കണക്കിൽ ജയിച്ചവൻ ജീവിതത്തിൽ ഒന്നാമനാകും എന്ന് കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു അപ്പുമാഷിന്റെ ജീവിതത്തിലൂടെയാണ് കഥ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ആ കഥാപരിസരം എന്ന് പറയുന്നത് മറ്റ് കഥാപാത്രങ്ങളും ഒക്കെ അയാളെ സംബന്ധിച്ചിടത്തോളം 1 മുതൽ 9 വരെയുള്ള അക്കങ്ങളാണ്. ചിലപ്പോൾ സമയത്ത് നമ്മൾ തന്നെ ജീവിതത്തിൽ ചിലപ്പോൾ വട്ടപൂജ്യങ്ങളായി നിൽക്കാറില്ലേ? ഇല്ലേ? പക്ഷെ ജസ്റ്റ് ഒരാൾ വന്ന് ഒരു ഇടതുഭാഗത്തൊന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്തായി? 10ആയി. വലതുഭാഗത്ത് ഒരു ആളും കൂടി നമ്മളെ പോലെ വിലയില്ലാത്ത ഒരാളും കൂടി വന്ന് ചേരുമ്പോൾ അത് 100ആയി, 1000ആയി. ചില സമയത്ത് ഭയങ്കര വിലയുള്ള ആളുകളായി മാറും. ആ ഇലക്ഷനുകൾ പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ 10ആയി മാറും. അങ്ങനെയുള്ള ഗുണന പ്രക്രിയയിലൂടെ ഹരണ പ്രക്രിയയുടെ ഇടയിലൂടെ പോകുന്ന, ചെയ്തു കഴിഞ്ഞ അവസാനം മാത്രം ഉത്തരം കിട്ടുന്ന, ഉത്തരം കിട്ടിയാലും സംശയം തോന്നുന്ന ഒരു മധുര കണക്കാണ്. അച്ഛൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന മൂവിയിൽ മോൻ ഇൻട്രൊഡ്യൂസ്ഡ് ആവുകയാണ്. അതും ഹരിഷേട്ടനെ സംബന്ധിച്ചിടത്തോളം പാൻ ഇന്ത്യൻ ആക്ടർ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ബിക്കോസ് ഒരുപാട് ലാംഗ്വേജസിൽ ചേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്, കാമ്പുള്ള റോളുകൾ ചേട്ടൻ ചെയ്തിട്ടുണ്ട്. യു നോ ഇൻഡസ്ട്രി. അപ്പോഴാണ് മകനെ യു ആർ ട്രസ്റ്റിംഗ്, യു ഇൻവെസ്റ്റിംഗ് മണി ഓൺ യുവർ സൺ. എന്താണ് തോന്നുന്നത്? പടത്തിലേക്ക് എങ്ങനെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഇതിന്റെ റൈറ്റർ ശാന്തേട്ടനാണ് എന്നെ കാസ്റ്റ് ചെയ്തത് ഇതിലേക്ക്, സിനിമയിലേക്ക്. അങ്ങനെയാണ് പടത്തിലേക്ക് വരുന്നത്. സിനിമയുടെ ഭാഗമാവുക എന്നുള്ള ചെറുപ്പം തൊട്ടേയുള്ള ആഗ്രഹം തന്നെയാണ്. അപ്പം അങ്ങനെ കറക്റ്റ് ആയിട്ടൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പം അത് ചെയ്തു. അച്ഛന്റെ അഭിപ്രായത്തിൽ എങ്ങനെയായിരുന്നു? അച്ഛന് ശരിക്കും പറഞ്ഞ ഇതിലേക്ക് മകനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു എന്തെങ്കിലും ലൈക്ക് ഒരു സെക്കൻഡ് തോട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അല്ല, ശാന്തനായിരുന്നു. ശാന്തൻ നമ്മൾ വിട്ടുപോയി, ഇപ്പം ആളില്ല. ശാന്തകുമാർ, ശാന്തകുമാർ എന്ന് പറഞ്ഞതിൻ്റെ രചയിതാവ്. അപ്പം അദ്ദേഹമായിരുന്നു വളരെ പ്രശസ്തനായ നാടകൃത്താണ് അദ്ദേഹം. കേരളം കൂടെ അറിയപ്പെടുന്ന ആളാണ്. അപ്പം അദ്ദേഹത്തെ പോലെ ഒരാൾ വിഷ്ണു ഈ ക്യാരക്ടർ ചെയ്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് വിഷ്ണു ചെയ്യുന്നത്. പക്ഷേ ഞങ്ങൾ സിനിമ തുടങ്ങിക്കഴിഞ്ഞപ്പോഴും വിഷ്ണുവിന് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നൊക്കെ ഉള്ളൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം പക്ഷേ അവനെ തന്നെ വിധിച്ചായിരുന്നു കറക്റ്റായിട്ട് ആ സെക്കൻഡ് ഷെഡ്യൂളിൽ അവന് ജോയിൻ ചെയ്യാനും അത് പൂർത്തിയാക്കാനും പറ്റി എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചോളം അവർ ഇപ്പം വിഷ്ണു ചെയ്യുകയാണെങ്കിലും മറ്റേ മകൻ മറ്റൊരു പടത്തിൽ ചെയ്തിട്ടുണ്ട് എൻ്റെ കൂടെ തന്നെ, രണ്ടാമത്തെ ആള്. പക്ഷെ ഇവർക്ക് ചെയ്യുമ്പോൾ എനിക്കൊരു പുതുമയൊന്നും തോന്നാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ ചെറുപ്പം മുതലേ റിഹേഴ്സലുകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നൊരു സ്ഥലമാണ് ഇപ്പോൾ നാടകത്തിൻ്റെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരൊക്കെ അത് കണ്ട് വളർന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പുതിയൊരു ആക്ടർ കൂടെ നിൽക്കുന്ന പോലെ ഒന്നും എനിക്ക് തോന്നാറില്ല. എനിക്ക് ഒരു മറ്റൊരു ആക്ടർ എന്നുള്ള രീതിയിലേ ഞാൻ കാണാറുള്ളൂ. അങ്ങനിപ്പം നിർമ്മലിനെ കാണുന്ന പോലെ. ഇപ്പോൾ ഹരീഷിനെ എടുത്തു പറയേണ്ട സംഭവമാണ്. അവനെ 10ാം ക്ലാസ് പഠിക്കുമ്പം ഒരു നാടകത്തിലേക്ക് സെലക്ട് ചെയ്ത ആളാണ് ഞാൻ. എൻ്റെ മുന്നിൽ അന്ന് അവൻ മിമിക്രി ആർട്ടിസ്റ്റ് പോലും അല്ലായിരുന്നു. എനിക്ക് നാടകം ഡയറക്റ്റ് ചെയ്യാൻ പോയ ആളാണ് ഞാൻ അവൻ്റെ സ്കൂളിൽ. അപ്പം എനിക്ക് 5 പേരെയാണ് ആ നാടകത്തിലേക്ക് വേണ്ടത്. അപ്പോൾ ഒരു 35 കുട്ടികൾ വന്നിരുന്നുണ്ട് നാടകത്തിന് അഭിനയിക്കാൻ താല്പര്യമില്ല എന്ന് ഞാൻ സെലക്ട് ചെയ്ത ആളാണ് ഹരീഷ്. അതുകൊണ്ടല്ല ഹരീഷ് ഇവിടെ എത്തിയെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ആ തോന്നൽ വളരെ കൃത്യമായി എന്നുള്ളൊരു സംഭവം. അതുപോലെ തന്നെയാണ് ഇവരൊക്കെ. ഇപ്പോൾ നമ്മളുടെ ഈ കൂട്ടായ്മയിൽ ഇപ്പം മക്കൾക്ക് വരാം, മറ്റൊരാൾക്ക് വരാം, ഒക്കെ വരാം. അതൊക്കെ വന്നു കഴിഞ്ഞാൽ മറ്റൊരു ആക്ടർ. ഹരീഷിനെ ഞാൻ എപ്പോഴും ഈ എത്രയോ വലിയ സിനിമകളിൽ വലിയ കഥാപാത്രങ്ങളായിട്ട് ഹരീഷ് അഭിനയിച്ചു. ഞാനെപ്പോഴും പഴയ ആ രീതിയിൽ അല്ല ഹരീഷിനെ സമീപിക്കുന്നത്. അയാളെ മറ്റൊരു ആക്ടറായിട്ട് തന്നെയാണ് കാണുന്നത്. അന്നും അതെ, ഇന്നും അതെ. ഓരോരുത്തരുടെ ക്യാരക്ടർ ഒന്ന് നമുക്ക് സംസാരിച്ചാൽ ആദ്യം നമുക്ക് ആ സൈഡിൽ നിന്ന് തുടങ്ങാം. ഹരീഷേട്ടന്റെ ക്യാരക്ടർ പുരുഷോത്തമൻ. അത്രേ ഉള്ളൂ, വേറെ ഒന്നും പറയില്ല. ഇതിപ്പോ ഞങ്ങൾ ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിക്കാൻ മതിയല്ലോ. അല്ല, എന്താന്ന് വെച്ചാൽ ഇതില് ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു ഒരു പരിപാടിയാണ്. ഒരു ചെറിയ പിന്നെ നന്നായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. വിശ്വസിക്കാൻ കാരണം ഹരീഷേട്ടൻ ഒരു വോയിസ് അയച്ചിട്ടുണ്ട്. ആ വോയിസിലാണ് അതുവരെ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ചെയ്തു, നന്നായോ പ്രശ്നമാകുമോ എന്നൊക്കെ ഉള്ളത്. പക്ഷെ ഹരീഷേട്ടന്റെ വിശ്വാസത്തിലാണ് ഞാൻ പോയിരിക്കുന്നത്. ഇല്ല, ഹരീഷന്റെ ക്യാരക്ടർ അടിപൊളി ക്യാരക്ടറാണ്. എനിക്കും ഹരീഷനായിട്ട് ഭാഗ്യത്തിന് ഒരു കോമ്പറ്റീഷൻ സീൻ ഉണ്ടായിരുന്നു. ഹരീഷന്റെ ഒരു വെറൈറ്റി ക്യാരക്ടറാണ്.
ഒരു നെഗറ്റീവ് ക്യാരക്ടർ, ചെറിയൊരു പലിശക്കാരൻ. പലിശക്കാരൻ. അയ്യോ എന്റെ അമ്മേ, മലയാളികൾക്ക് ചേട്ടനെ പലിശക്കാരനായിട്ട് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്താ അത്? അതെന്താ അങ്ങനെ? ചേട്ടൻ ശരിക്കും ജീവിതത്തിൽ പലിശ കൊടുക്കുന്നുണ്ടോ? പലിശ മേടിക്കുന്നുണ്ടോ? അതെ, ഇല്ല പറയുന്നില്ല. വിഷ്ണുവിന്റെ ഏകദേശം ഒരു ഐഡിയ. എന്റെ ക്യാരക്ടറിന്റെ പേര് ഇതിൽ ഹരി എന്നാണ്. നായികയായിട്ട് അഭിനയിക്കുന്ന ആമിനയുടെ കാമുകനായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പം ആമിന എന്ന് പറയുമ്പോൾ അപ്പുമാഷിന്റെ മകളാണ്. അങ്ങനെ ഇവരുടെ ഇടയിൽ കൂടെ ഈ ഒരു ഇവരുടെ ഫാമിലിയിലും അല്ലാതെ ഇവരുടെ റിലേഷൻഷിപ്പിലും ഒക്കെ കൂടെ കടന്നു പോകുന്ന ഡ്രാമയും അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കഥയാണ് സിനിമ. നിഷ ചേച്ചീനെ മലയാളികൾക്ക് ഭയങ്കരമായിട്ട് ഇക്കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കണക്ട് ആവുന്നത് ചേച്ചിയുമായിട്ടായിരിക്കും. പറ, ചേച്ചിയുടെ ക്യാരക്ടർ എന്താണ് ഇതില്? എന്റെ ക്യാരക്ടർ ഹരീഷ് ചേട്ടന്റെ വൈഫായിട്ടാണ്. ശരിക്കും സാധാരണ ഞാൻ മിക്ക പടങ്ങളിലും ചെയ്യുന്ന പോലെ ഒരു രാമ ക്യാരക്ടർ. പക്ഷെ അതിൽ നിന്നും എനിക്കൊരു കുറച്ച് നന്നായി പെർഫോം ചെയ്യാൻ പറ്റുന്ന കുറെ സിറ്റുവേഷൻസ് ഉണ്ട് ഇതില്. ആഫ്റ്റർ അത്രയും ഇത്രയും നാൾ ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസിൽ നിന്നൊക്കെ അപ്പുറം അങ്ങനെ പറയാനല്ല, അതിനപ്പുറം എന്ന് പറഞ്ഞാൽ അത്ര വലിയ ക്യാരക്ടർ ഒന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്നാലും നമുക്കിപ്പോ ഒരു അമ്മ എന്ന് പറയുമ്പോ പല ടൈപ്പ് അമ്മയുണ്ട്, അത് വേറെ സത്യം. ചിലപ്പോ വട്ടായി പോയാലും ചെയ്യും അമ്മക്ക്, അല്ലേ? അപ്പൊ വേറെതായിരിക്കും ചെയ്യാ. ഇതിപ്പോ എന്തായാലും വട്ടാവണില്ല, നോർമൽ അമ്മ തന്നെ. പക്ഷെ വീട്ടിലുണ്ടാവുന്ന സിറ്റുവേഷൻസ് ആണ് നമ്മളെ പല ഭാവത്തിൽ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത്. അങ്ങനെ പല സിറ്റുവേഷൻസ് ഈ വീട്ടിലുണ്ടാവുന്നുണ്ട്, ഒരു ഭാര്യക്ക് ഒരമ്മയ്ക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നു. നമുക്ക് നിർമ്മലേട്ടന്റെ ഇതിലേക്ക് വരാം. ഈ ഹരീഷേട്ടന്റെ ലൈഫിൽ പോകുന്നൊരു കഥാപാത്രം അത്ര തന്നെ ഉള്ളു. വേറെ അതിനെ പറ്റി പറയാൻ ഞാൻ വിചാരിച്ചു ഇങ്ങനെയൊക്കെ വെച്ചിട്ടേ കഥ മൊത്തം പറയാൻ ഇവരില് ഈ ഇദ്ദേഹം ജീവിക്കുന്ന ഈ സ്ഥലത്തെ എല്ലാവരെയും ഇയാൾ പഠിപ്പിച്ച ആളാണ്. അങ്ങനെ ഉണ്ടാവുമല്ലോ, നമ്മൾ ജീവിച്ച സ്ഥലത്ത് ഒരു മാഷ് ഉണ്ടാവില്ലേ, നമ്മളെ പഠിപ്പിച്ച, നമ്മളെ ഏട്ടനെ പഠിപ്പിച്ചായിരിക്കും, നമ്മളെ വൈഫിനെ നമ്മൾ വേറെ എവിടുന്നോ കല്യാണം കഴിച്ചു അയാളും അവളെയും പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും ഇയാള്. അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവം ഉണ്ട് തൊട്ടടുത്ത പ്രദേശത്തായിരിക്കും. അല്ല, അങ്ങനെ ഉണ്ടാവുമല്ലോ നമ്മുടെ ജീവിതത്തിൽ. അങ്ങനെയുള്ള അതുപോലെയുള്ള ഒരു കണക്ഷൻ ഇതില് എല്ലാവരുമായിട്ട് ഇയാൾക്ക് ഉണ്ട്. അപ്പൊ ഇതില് കഥാപാത്രത്തിന്റെ പേര് തന്നെ നല്ല രസമുള്ള ഒരു പേരാണ്, ദീപാങ്കുരൻ. ദീപാങ്കുരൻ നമ്മൾ ദീപു എന്ന് വിളിക്കും. പക്ഷെ വളരെ നിർണായകമായ ഘട്ടത്തിലാണ് ഈ വന്നു പോക്കൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കഥാപാത്രമാണത്. അപ്പൊ എല്ലാവരുടെയും എനിക്ക് തോന്നുന്നു ചെയ്തിരിക്കുന്ന മൊത്തത്തിലൊരു മാറ്റം ഫീൽ ചെയ്യുന്നുള്ളൂ നമ്മൾ പറയുമ്പോഴത്തേക്ക്. ഇപ്പൊ ഹാരിഷ് ചേട്ടനാണെങ്കിലും നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറാണ് ചേട്ടൻ ചെയ്തിരിക്കുന്നത്. ചേട്ടന്റെ ക്യാരക്ടറിന്റെ നെഗറ്റീവ് ആണോ ചെയ്തിരിക്കുന്നത് അതോ കോമഡി ആണോ എന്നുള്ളത്? അതൊരു കോമഡി ക്യാരക്ടർ അല്ല, നെഗറ്റീവും അല്ല. ഒരു നിർണായക ഘട്ടത്തിൽ നമ്മൾ ഹരീഷേട്ടന്റെ അടുത്ത് എത്തുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പം നമ്മളിപ്പം കോമഡി സ്കിറ്റുകളും ഒക്കെ ചെയ്യുമ്പോൾ എല്ലാവരും പറയുമല്ലോ, വരുന്ന സിനിമയിൽ വരുന്നതും ഒരു മെയിൻ തരത്തിൻ്റെ ഒരു കൗണ്ടർ അടിക്കുന്ന ഒരു കഥാപാത്രം, അതാണ് നമുക്കധികം വരുന്നത്. മാറ്റിപ്പിടിച്ചുകൂടെ ചോദിക്കും പലരും. മാറ്റിപ്പിടിക്കാൻ വീട്ടിലിരുന്നിട്ട് കിട്ടൂലല്ലോ, ആരും തരണ്ടേ. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്നത് ഈ ഒരു സിനിമ ഞാൻ പുറമേന്ന് ഞാനില്ലാണ്ട് കാണുകയാണെങ്കിൽ ഈ ക്യാരക്ടർ കണ്ടാൽ ആ ക്യാരക്ടർ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ളൊരു ക്യാരക്ടറാണ്. ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഇവിടെ ഇരിക്കുന്നവര് എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇംപ്രോവൈസ് ചെയ്ത് വർക്ക് ചെയ്യാനായിട്ട് തന്നിരിക്കുന്ന സ്ക്രിപ്റ്റിന് പുറത്ത് ഒരുപാട് ഇംപ്രോവൈസേഷൻ ചെയ്യാൻ പാങ്ങുള്ളവരാണ്, അല്ലെങ്കിൽ അത് ചെയ്ത് പരിചയമുള്ളവരാണ്. ഇപ്പൊ ചേച്ചിയാണെങ്കിലും ഇപ്പം ഹാരിഷ് ചേട്ടനാണെങ്കിലും നമുക്കത് അങ്ങനെയാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ചേട്ടനാണെങ്കിലും അത്തരം സംഭവങ്ങൾ ഞാൻ കുറേ നോക്കുന്നുണ്ട്. ചേട്ടനാണെങ്കിലും അല്ല അങ്ങനെ ചേട്ടനാണെങ്കിലും അതുകൊണ്ടല്ല, അങ്ങനെയല്ല. ചേച്ചിയാണെങ്കിലും ഹരീഷ് ചേട്ടനാണെങ്കിലും അപ്പോഴവിടെ നോക്കണേ. അപ്പൊ ചേട്ടനാണെങ്കിലും നല്ല ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ഇരുന്ന് കുറച്ചു നേരം ചിരിച്ചത് ദയിപ്പിച്ച് കളയാനാണെന്ന് തോന്നുന്നു അല്ലേ? അതിനുവേണ്ടിയാണോ? അതിനുവേണ്ടി തന്നെ ഇവിടെ ഈ ഹോട്ടലിൽ തന്നെ നിയമിച്ച് നല്ല ഫുഡ് തരും, ചിരിപ്പിക്കുക. പറ, ഇംപ്രൂവൈസേഷൻ എങ്ങനെയായിരുന്നു നിങ്ങൾ? ചോദ്യത്തിലേക്കും ഇംപ്രൂവൈസ് ചെയ്യാൻ നമുക്ക് എല്ലായിടത്തും കയറി ഇംപ്രൂവൈസ് ചെയ്യാനും പറ്റൂല. ചില അവർ പറയും എഴുതിയത് പറഞ്ഞാൽ മതിയിൽ നീ കൈ നിറണ്ടായിരുന്നു ഞങ്ങൾ ഉണ്ടെന്ന് പറയും. അങ്ങനെ പറയും. അല്ല, അങ്ങനെ പറയുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഈ ഹരീഷേട്ടനെ കുറിച്ച് ചെയ്ത വർക്കുകളൊക്കെ എന്താ പറയാ ഞങ്ങൾക്ക് എന്താ പറയാന്നുണ്ട്. അങ്ങനെ ഹരീഷേട്ടൻ കാര്യം ഞങ്ങൾ നാട്ടിൽ നിന്ന് അപ്പുണ്ണികളുടെ റേഡിയോ എന്ന് പറഞ്ഞാൽ ഹരീഷിനെ പോലെ തന്നെ നാടകമൊക്കെ ഞങ്ങൾ മുന്നിലിരുന്ന് കണ്ട ഹരീഷേട്ടൻ്റെ പെർഫോമൻസ് കണ്ട ആളാണ്. ഹരീഷേട്ടനെ പിന്നെ കാണുന്നത് ഈ തമിഴും തെലുങ്കും ഒക്കെ ചെയ്ത് ഞാൻ ഹരീഷേട്ടൻ വിട്ട് നമ്മൾ പറയാം, അല്ലെങ്കിൽ വലിയ പരിചയമില്ല. ഒരു ചാനലിലെ ഷോയ്ക്ക് ജഡ്ജായി ഞങ്ങൾ കോമഡി കളിക്കുന്ന ഷോയ്ക്ക് ജഡ്ജായി ഹരീഷേട്ടൻ. അപ്പോൾ വാ
പിന്നെ തോളിൽ കയറി പറഞ്ഞപ്പം എത്രയോ കാലത്തെ ബന്ധം പോലെ ഞങ്ങളെ സ്വന്തം ഏട്ടനെ പോലെ കൂടെ നിർത്തി. അതുകൊണ്ട് തന്നെ ഈ പടത്തിൽ ഞാൻ എത്തുന്നതിനും ഒരു പ്രധാന കാരണം ഹരീഷ് ഏട്ടൻ തന്നെയാണ്. ഇത് വന്ന് ചെയ്തു പോകണടാ എന്ന് പറയും. പിന്നെ ഞങ്ങൾ രണ്ടാളും മാത്രമുള്ള സ്ഥലത്താണ് ഹരീഷ് ഏട്ടൻ എന്ത് പറയാം അങ്ങനെ ചോദിച്ചും പറഞ്ഞും ഒരു ടെൻഷനില്ല. വലിയൊരു ആർട്ടിസ്റ്റിൻ്റെ കൂടെ ടെൻഷൻ, അതുകൊണ്ട് കൂടുതൽ ചെയ്യാൻ പറ്റി. ചേച്ചിയോ? ധാരാളം. അതായത് നല്ല രസകരമായ കഥാപാത്രമാണ് ഈ നിഷയുടെ വിമല എന്ന് പറഞ്ഞ ക്യാരക്ടർ. വളരെ ഞാൻ മനോഹരമായി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് വളരെ ഈ പ്രോപ്പർട്ടി ആക്ടിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമല്ല. അപ്പം നമ്മൾ ഉദാഹരണത്തിന് ചന്ദ്രമായിട്ട് സിഗരറ്റ് വലിക്കുന്ന ഒരാളാണ് ഇരിക്കാം. അയാൾ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പം ആ ഡയലോഗ് കഴിഞ്ഞിട്ട് ഈ സിഗരറ്റ് ഒന്ന് കത്തിച്ചോളൂ എന്ന് പറഞ്ഞാൽ അയാൾ കുടുങ്ങും. മനസ്സിലാവും. ഒരു ആക്ടറെ നമ്മൾ തിരിച്ചറിയുന്ന ചില ഘട്ടങ്ങളാണത്. അതുപോലെ ഒരുപാട് സന്ദർഭങ്ങൾ. ഇപ്പോൾ ഞാനിപ്പോൾ ഞാനിത് പറഞ്ഞപ്പോൾ നിഷ പറഞ്ഞു എനിക്കത് ശരിക്കും പൊള്ളിപ്പോയതാണെന്ന് പറഞ്ഞു. പക്ഷെ ശരിക്കും പൊള്ളിക്കഴിഞ്ഞാൽ അതവിടെ കട്ടായി പോവുകയാണ് ചെയ്യുക. ഒരു അടുപ്പ് ഊതി കത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ ഞാനിത് രണ്ടാമതും ഇങ്ങനെ കണ്ടപ്പോൾ ഇത്ര മനോഹരമായിട്ട് റിയലിസ്റ്റിക് ആയിട്ട് അവരിത് ചെയ്തത് വിചാരിച്ചു. അങ്ങനെ ഒന്നാമതിപ്പോഴത്തെ നടികൾക്കൊന്നും അങ്ങനെ അടുപ്പ് ഊതി കത്തിക്കാനൊന്നും അങ്ങനെ അറിയില്ല. അടുപ്പ് ഊതി കത്തിച്ച് അതിൻ്റെ മുകളിലെ പാത്രം കൊണ്ട് പുള്ളി കൈ ഒഴിച്ച് അപ്പുറത്തെ ക്യാരക്ടർ വരുമ്പോൾ ഉണ്ടാകുന്ന ഡയലോഗ് ഡെലിവറി ചെയ്ത് അതിൻ്റെ ദേഷ്യം ഇവിടെ കാണിച്ച് ആ ഡയലോഗിലൂടെ ഈ പ്രവൃത്തിക്കുണ്ടായ സംഭവം ആ പറയുന്ന ഡയലോഗ് വേറെയാണ്. ആ സന്ദർഭത്തെ ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുമ്പോൾ ഒരു നല്ല ആക്ടർക്ക് മാത്രമേ അത് സാധിക്കുള്ളൂ. അതൊക്കെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നിഷയുടെ അതൊക്കെ വളരെ മൈന്യൂട്ടായി നോട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന സാധനങ്ങൾ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും തെറ്റിയിട്ടില്ല എന്ന് തോന്നുന്ന സന്ദർഭങ്ങളും കൂടിയാണത്. ഇവിടെ എല്ലാവരും തന്നെ സുഹൃത്തുക്കളും ബന്ധങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നോ നമ്മൾ ഇവിടെ ഇരിക്കുന്നവർക്ക് കുറെ കൂടെ അടുത്തറിയുകയും ചെയ്യാം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ. അപ്പം കോൺഷ്യസ്ലി ആണോ ചേട്ടൻ ഇവരെല്ലാവരെയും സദവേ പോകുന്ന ക്യാരക്ടേഴ്സിൽ നിന്ന് വേറൊരു ജോണർ അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്യാരക്ടർ അവർക്ക് കൊടുത്തത്? തീർച്ചയായിട്ടും. അതായത് നമ്മളൊരു സിനിമയുടെ ആലോചന വേളയിൽ സാധാരണഗതിയിൽ എളുപ്പം ഒന്നും സംഭവിക്കുന്ന സാധനം അയാൾ ചെയ്ത ക്യാരക്ടേഴ്സിന്റെ റിപ്പീറ്റേഷൻ അതെനിക്കും ധാരാളം വരാറുണ്ട്. അങ്ങനെയാണ് സംഭവം. ഇതിന്റെ തുടക്കത്തിൽ ശാന്തനും ഞാനും അത് കഴിഞ്ഞ് നമ്മുടെ ഇതിൻ്റെ ഡയറക്ടറായ രാധേശ്യാം അദ്ദേഹം കൂടെ വന്നിട്ടുള്ള ഞങ്ങളുടെ ഡിസ്കഷനിൽ ആ ഒരു പാറ്റേൺ ഒന്ന് മാറ്റണം എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ഓരോരോ ക്യാരക്ടേഴ്സിനും ആലോചിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഹരീഷിലേക്കൊക്കെ പോകുന്നത് അങ്ങനെ തന്നെയായിരുന്നു. ആ ഒരു ഡിസ്കഷൻ വളരെ പ്രധാനപ്പെട്ട സംഭവം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൽ ആദ്യവട്ടം ആലോചിച്ച കഥാപാത്രങ്ങളിൽ നിന്ന് ആരും മാറിയിട്ടില്ല. മാറിപ്പോയ ഒരേ ഒരാൾ അനിൽ നെടുമങ്ങാടാണ്. അനിൽ നെടുമങ്ങാട് മാത്രമാണ് നമുക്ക് മരിച്ചു പോയത് കൊണ്ട് നമുക്ക് കിട്ടാത്ത പോയ ഒരാൾ. പക്ഷെ ആരെയും നമ്മൾ ആദ്യം ആലോചിച്ചതിൽ നിന്ന് മാറിപ്പോയിട്ടില്ല. എല്ലാവരും അതേ ആളുകളെ തന്നെ നമുക്ക് വെച്ച് ചെയ്യിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം എന്നുള്ളത്. പിന്നെ ഇങ്ങനെ മാറ്റി വരുമ്പോൾ ഇപ്പോൾ നമ്മൾ ഹരീഷിനെ തന്നെ എടുത്തു പറയാം. ഹരീഷിൻ്റെ കഥാപാത്രങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം സാധാരണഗതിയിൽ സംഭവിക്കുന്ന ഒരു കോമഡി ട്രാക്കിൻ്റെ അങ്ങനെ ഒരു ട്രാക്കേ അല്ല ഹരീഷ് ചെയ്തത്. ഇത് ഹരീഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഹരീഷ് ഞാൻ അയച്ച മെസ്സേജിനെ പറ്റി ഫസ്റ്റിൽ എടുത്തു പറഞ്ഞു. അതിന് കാരണം ഞാനിതിൻ്റെ ഫൈനൽ കട്ട് കഴിഞ്ഞ അവസാനം ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഹരീഷിൻ്റെ വളരെ മൈല്യൂട്ടായിട്ടുള്ള ചില സന്ദർഭങ്ങൾ ഇപ്പം നിഷയെ കൊണ്ട് പറഞ്ഞതുപോലെ തന്നെ ചില സാധനങ്ങൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ സെലക്ഷൻ ഒരിക്കലും തെറ്റിയില്ല എന്ന് മാത്രമല്ല ആ സെലക്ഷൻ്റെ അപ്പുറത്തേക്ക് ഇവരൊക്കെ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് തന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഇത്രയും നാൾ ചെയ്തതിൽ നിന്നും അതുപോലെ പ്രേക്ഷകർ എക്സ്പെക്ട് ചെയ്യുന്നത് കാണുമ്പോഴും ഒക്കെ എക്സ്പെക്ട് ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണ് ഇപ്പോൾ മധുരകണക്കിൽ നമ്മൾ ചെയ്തത്. എന്താണ് അപ്പോൾ തോന്നിയത്? ലൈക്ക് അല്ല, ഇത് ഫസ്റ്റ് ഹരീഷേട്ടനെ വിളിച്ച് പറഞ്ഞാ നമ്മൾ ഇങ്ങനെ ഒരു പടം ചെയ്യാൻ പോകുന്നുണ്ട്, അപ്പോൾ നിനക്കൊരു ഒരു വ്യത്യസ്തമായൊരു ക്യാരക്ടറാണ്, നീ ഒന്ന് കേൾക്ക്. അങ്ങനെ ഞാൻ കേട്ടു. അപ്പം ശാന്തേട്ടൻ്റെ എത്രയോ നാടകങ്ങൾ നമ്മൾ കണ്ടതാണ്. ശാന്തേട്ടൻ്റെ സ്ക്രിപ്റ്റിൽ ഈ ഒരു ക്യാരക്ടർ അപ്പോൾ എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു പരിപാടി എന്നുള്ളത് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഹരീഷേട്ടത് ഞാൻ ചെയ്ത് നീ ചെയ്താൽ ഓക്കെ ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ജോയിൻ ചെയ്ത് ഒരു ഫസ്റ്റ് എനിക്കൊരു നമ്മൾ സാധാരണ ചെയ്യുന്നതെന്നും മാറ്റമുള്ള ഒരു പരിപാടിയാണ് ഫസ്റ്റ് ചെയ്ത് തന്നത്. അത് ചെയ്ത് ഞാൻ എൻ്റെ രീതിക്ക് ഞാനത് ചെയ്ത് ഫസ്റ്റ് ടേക്ക് ഓക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചത് ഓക്കെ ആണെന്ന് പറഞ്ഞു. ഡയറക്ടർ പറഞ്ഞു പക്കയാണ്, ഓക്കെ, നമ്മൾ വിചാരിച്ച സംഭവം കിട്ടിയിട്ടുണ്ട്, ഓക്കെ ആണെന്ന് പറഞ്ഞു. ഫസ്റ്റ് ടേക്ക് ഓക്കെ പറഞ്ഞു. ആടെ റൂം എടുത്ത് കരഞ്ഞ് ഫസ്റ്റ് ടേക്ക് ഓക്കെ എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ഡബ് ചെയ്യുമ്പോൾ ഒക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായി, എന്ത് ഓക്കെയാണോ. പിന്നെ ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോലെ ഹരീഷേട്ടൻ ഇത് ഈ മെസ്സേജ് അയച്ചപ്പോഴാണ് നമുക്കിത് വർക്കാണ്. ഇനി ആൾക്കാരാണ് പറയുന്നത്, ഓഡിയൻസാണ് പറയുന്നത് വർക്കാണോ വർക്കല്ല എന്നുള്ളത്. അല്ല, ഈ പടം കഴിഞ്ഞപ്പോൾ ഹരീഷേട്ടൻ ഏറ്റവും കൂടുതൽ പറഞ്ഞത് ഹരീഷിൻ്റെ ക്യാരക്ടറിനെ പറ്റിയിട്ടാ. അത് ഇതുവരെ കാണാത്തൊരു സാധനം. ഹരീഷേട്ടൻ വീണ്ടും റിപ്പീറ്റ് എപ്പം വിളിക്കാനൊക്കെ ഹരീഷ്
അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. വേറൊരു കാര്യം കമന്റ്സിൽ ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിച്ച ഒരു കാര്യം ഇതിന്റെ സിനിമാറ്റോഗ്രഫിയും കൂടെ അതിനെ പറ്റിയിട്ട് എന്താണ്, എവിടെയാണ്, കോഴിക്കോടല്ലേ ഷൂട്ട് നടന്നിരുന്നത്? കോഴിക്കോട് നിന്ന് കുറച്ച് എറണാകുളത്തുണ്ടായിരുന്നു. എൽദോ ആണ് ക്യാമറ ചെയ്തിരുന്നത്, എൽദോ ഐസക് ആയിരുന്നു. മനോഹരമായിട്ട് നമ്മൾ കൊടുക്കുന്ന ചില സൗകര്യങ്ങളിൽ നിന്ന് നമ്മളെക്കാൾ നമ്മൾ അപ്പുറത്ത് ചെയ്തു തരുന്ന ഒരു ക്യാമറാമാനാണ് എൽദോ. എൽദോന് ആദ്യം നമുക്ക് പരിചയമുള്ള ആളാണ്. എൽദോ ധാരാളം നല്ല നല്ല വർക്കുകൾ ചെയ്ത ആളുമാണ്. അപ്പം അങ്ങനത്തെ ഒരു ക്യാമറാമാനെ കിട്ടിയതും കൂടെ നമ്മൾക്ക് ഈ സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വലിയ പങ്ക് വഹിച്ചതാണ്. അതുപോലെ ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ പ്രകാശ് അലക്സ് ആയിരുന്നു. പ്രകാശ് വളരെ ഗംഭീരമായിട്ട് ഈ സാധനം ചെയ്തു തന്നിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകിച്ച് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ചില സന്ദർഭങ്ങളിലൊക്കെ മനോഹരമായിട്ട് 2 പാട്ടുകളാണുള്ളത്. 2 പാട്ടും പ്രകാശാണ് ചെയ്തത്. അതിൽ ഒന്ന് സന്തോഷ് വർമ്മ എഴുതി, ഒന്ന് നിശാന്ത് കുടമന, ഹരിശങ്കർ നിത്യാമാമനാണ് പാടിയത്, ഒന്ന് ജാസിയാണ് പാടിയത്. അങ്ങനെ എല്ലാം കൊണ്ടും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം നല്ല നല്ല ആർട്ടിസ്റ്റുകളെ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇതിൻ്റെ ഓരോ വശങ്ങളും കൈകാര്യം ചെയ്തത്. ഇതൊക്കെ പറയുമ്പോ ഹരീഷേട്ടൻ ചെയ്ത കഥാപാത്രവും ഇതുവരെ ഹരീഷേട്ടൻ ചെയ്തിട്ടുണ്ടോ ഇങ്ങനത്തെ? ഇത് വളരെ വ്യത്യസ്തമായൊരു കഥാപാത്രം. ഹരീഷേട്ടൻ ചെയ്ത് ഇപ്പൊ നമ്മൾ എല്ലാവരുടെയും ഹരീഷേട്ടൻ പറഞ്ഞു. ഒരു ഹരീഷേട്ടൻ്റെത് ഈ പറഞ്ഞ പോലെ ഹരീഷേട്ടൻ വേറെ ഒരു മൂവിയിൽ ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇങ്ങനത്തെ ഒരു കഥാപാത്രം. ഞാൻ കണ്ടിട്ടില്ല. ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്, വേറെ ലെവലിലേക്ക് പോകുന്ന ഒരു കഥാപാത്രം. മലയാള സിനിമയിൽ ഹരീഷേട്ടൻ അർഹിക്കുന്ന ക്യാരക്ടേഴ്സ് ഒന്നും കിട്ടിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. നേരാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല. ആണോ അല്ലയോ? ഞാൻ ഇപ്പൊ നമ്മളിപ്പോ ഈ മൂവിയിൽ കാണുമ്പോ ഹരീഷേട്ടന് ഇതൊക്കെ നേരത്തെ കിട്ടേണ്ടതായിരുന്നു എന്ന് തോന്നിപ്പോവും. കാരണം നമ്മൾ ഒന്നിച്ച് അഭിനയിച്ചപ്പോൾ നമ്മൾ കണ്ട കുറെ മുഹൂർത്തങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ ഹരീഷേട്ടന് ഇങ്ങനത്തെ അല്ല, ഇതിനപ്പുറം പറ്റുന്ന കുറെ ക്യാരക്ടേഴ്സ് ചെയ്യാൻ മലയാളത്തിൽ നേരത്തെ പറ്റേണ്ടതായിരുന്നു. വിഷ്ണു, പ്രിവ്യൂ കണ്ടായിരുന്നോ? പ്രിവ്യൂ ആയിട്ട് കണ്ടില്ല, പക്ഷെ സിനിമ കണ്ടിട്ടുണ്ട്. കണ്ടു. ഓക്കെ. എങ്ങനെ തോന്നി സ്ക്രീനിൽ കണ്ടപ്പോഴും ചെയ്തു വെച്ചത്? പ്രതീക്ഷയൊക്കെ എന്റെ ക്യാരക്ടറിനെ കുറിച്ചാണെങ്കിൽ കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റിയെന്നാണ് എന്റെ വിശ്വാസം. അത് തീരുമാനിക്കേണ്ടത് എല്ലാവരും കാണുമ്പോൾ പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്. പക്ഷെ മൊത്തത്തിൽ പടം കണ്ടപ്പോൾ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് പടം. പിന്നെ ഇതിന്റെ ഞാൻ ആദ്യമായിട്ടാണല്ലോ ഒരു പടത്തിൽ അഭിനയിക്കുന്നത്, അതിന്റെ ഫുൾ ഷൂട്ട് മറ്റേ ഫിലിമിങ്ങിനും എല്ലാത്തിലും നിൽക്കുന്നത്. അപ്പോൾ ആ പ്രോസസ്സ് നല്ല രസമായിരുന്നു. നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ ടേക്ക് എടുത്തപ്പോൾ നമ്മൾ അപ്പോൾ ഇത് ഇങ്ങനെയായിരിക്കും നമ്മളെ മനസ്സിൽ നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇങ്ങനെയായിരിക്കും, അപ്പോൾ നമ്മളിത് ഇപ്പുറത്തൊന്ന് എഡിറ്റ് ഒക്കെ കഴിഞ്ഞാൽ ഓക്കെ ഇൻട്രസ്റ്റിംഗ് ഇങ്ങനെയായിരുന്നല്ലേ. അപ്പോൾ അത് ആ ഒരു പ്രോസസ്സ് നല്ലോണം എൻജോയ് ചെയ്തു ഞാൻ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തെങ്കിലും ലൈക്ക് ഇനി ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ടോ ഉള്ളില്? ഇഷ്ടംപോലെ ക്യാരക്ടേഴ്സ് ഉണ്ട്, അങ്ങനെ എടുത്തു പറയാൻ പറ്റില്ല. മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് പല വെറൈറ്റീസ് ഉള്ള ക്യാരക്ടർ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. എക്സ്ട്രീമിലി മറ്റേ ഒരു വില്ലൻ ഷെയ്ഡുള്ള ക്യാരക്ടറും അതേപോലെ ഭയങ്കര പാവമായിട്ടുള്ള ക്യാരക്ടർ, അങ്ങനെ ഒരു വെറൈറ്റി ഷെയ്ഡ്സ് ചെയ്താൽ താല്പര്യമുണ്ട്. അങ്ങനെ ചെയ്യാൻ പറ്റട്ടെ. ഹരീഷേട്ടൻ കണ്ടില്ലേ? എന്താണ് തോന്നിയത്? മോനെയാണോ ചോദിക്കുന്നത്? ഭാവി എന്ത് തോന്നുന്നു. പിന്നെ നമ്മൾ ഇപ്പൊ ഹരീഷും നിർമ്മലും എല്ലാവരും പറഞ്ഞതുപോലെ, നിഷയൊക്കെ പറഞ്ഞതുപോലെ, നമ്മളിത് ചെയ്യുക എന്നല്ലാതെ ഇതിൻ്റെയൊക്കെ തീരുമാനങ്ങൾ എടുക്കേണ്ട, അന്തിമ വിധി എടുക്കേണ്ട ആളുകൾ അവിടെ ഉണ്ട്, പ്രേക്ഷകൻ. ഈ ഫേസ്ബുക്കിൽ എഴുതുന്നവരെ കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്. സിനിമ കാണുന്ന പ്രേക്ഷകനുണ്ട്, അവനാണത് തീരുമാനം എടുക്കുക. ആര് എങ്ങോട്ട് കൊണ്ടുപോകണം ഇത്. അല്ലാതെ നമ്മളിപ്പോൾ എത്ര സൗകര്യങ്ങളുണ്ടെങ്കിലും അത് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതിന് ഉള്ള ഒരവസരങ്ങൾ ഉണ്ടെങ്കിൽ കൊടുക്കാം എന്നല്ലാതെ അതിലൂടെ വളർന്നു വരേണ്ടതും ഇതൊക്കെ നമ്മളെ ശ്രമവും ഉണ്ടാവണം. അതിനപ്പുറം ആ പ്രേക്ഷകൻ്റെ തീരുമാനങ്ങളാണ്. അല്ലാതെ ഒരു ആളുകൾ കുറച്ച് ഫേസ്ബുക്കിൽ എഴുതിയ ഒരാൾ നശിപ്പിക്കാമെന്ന് വിചാരിച്ചാലും പറ്റില്ല, ഒരാൾ പൊന്തിക്കാമെന്ന് വിചാരിച്ചാലും പറ്റില്ല. യഥാർത്ഥ പ്രേക്ഷകൻ പണം കൊടുത്ത് ടിക്കറ്റ് എടുത്ത് കണ്ടിട്ട് അവൻ തീരുമാനിക്കും, ഇതാ എന്ന് പറയുന്നിടത്താണ് ഓരോ സിനിമ നടിയുടെയും നടൻ്റെയും തിരക്കഥാകൃത്തിൻ്റെയും പാട്ടുകാരൻ്റെയും ഒക്കെ ഒരു വിധി കിടക്കും. നമ്മൾ പണ്ടൊക്കെ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലേ, തിയേറ്ററിന്റെ മുമ്പിൽ കണ്ടിട്ടില്ലേ, ദിവസം വെളുപ്പാങ്കാലത്ത് 3 മണിക്കും 2 മണിക്കൊക്കെ വന്നിട്ട് ക്യൂ നിൽക്കുന്നുണ്ടാവും, എന്നിട്ടാണ് ഒരു ടിക്കറ്റ് ഇടുന്നത് ഇല്ലേ. അപ്പൊ അതൊക്കെ ഇതുപോലെ മീഡിയാസ് കൊണ്ട് അറിഞ്ഞിട്ടല്ല, അന്ന് മൗത്ത് പബ്ലിസിറ്റിയാണ്. അപ്പൊ പ്രേക്ഷകർ സിനിമ കണ്ടിട്ട് പറയുന്നത് അത് റിയലാണ് ഇല്ലേ, അതൊരിക്കലും കള്ളമല്ല, മറ്റൊരാള് പറഞ്ഞിട്ട് അറിയണതാണ്. അപ്പൊ അങ്ങനെ കാണേണ്ട ഒരു സിനിമ കൂടിയാണ് ഇത്. അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ മുന്നിൽ വന്ന് ഇരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ
നമ്മളെല്ലാവരും അറിയാലോ, നമ്മളൊക്കെ ഒറ്റപ്പെട്ട വ്യക്തികളായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും നമ്മൾ ഇറങ്ങി വരുന്നത് ഒരു കുടുംബത്തിൽ നിന്നാണ്, തിരിച്ച് രാത്രി പോകുന്നതും ഒരു കുടുംബത്തിലേക്കാണ്. അപ്പോൾ അവിടെയുള്ള കുറച്ച് ആൾക്കാരുണ്ട്. എല്ലാ മാറ്റങ്ങളുടെയും ആദ്യ തുടക്കം എന്ന് പറയുന്നത് അവിടെ നിന്നാണല്ലോ ഇത് സംഭവിക്കുക. ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ഈ കഥ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കഥ നിങ്ങൾ കുടുംബസമേതം വന്ന് കാണേണ്ട സിനിമയാണ്. ഇത് യു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് സെൻസർ ബോർഡ്, പ്രത്യേകിച്ച് സെൻസർ ബോർഡിൻ്റെയൊക്കെ വലിയ വിവാദങ്ങളും വിഷയങ്ങളും ഒക്കെ ഇന്നത് കാണിച്ചാൽ കിട്ടില്ല, ഇന്നത് കാണിച്ചാൽ കിട്ടില്ല എന്നൊക്കെ ഒത്തിരി ഇതായിട്ട് കിട്ടിയതാണ്. അതുകൂടാതെ സെൻസർ ബോർഡിൽ നിന്ന് ഈ പടങ്ങൾ കണ്ട് ജഡ്ജ് ചെയ്യുന്നതിന് ശേഷം പല പ്രശസ്തരായ ആളുകളോടും ഡയറക്ടേഴ്സിനോടൊക്കെ അവർ അഭിപ്രായം പറഞ്ഞതിൻ്റെ റിഫ്ലക്ഷൻസൊക്കെ നമുക്ക് കിട്ടി. അപ്പോൾ അത് അവരൊക്കെ വിളിച്ച്, അത്ര സംവിധായകരൊക്കെ വിളിച്ചിട്ട് നല്ല അഭിപ്രായം പറയുമ്പം അതും വലിയ സന്തോഷം തോന്നുന്നു. അതിന് ജനങ്ങൾ കൂടി ഏറ്റെടുക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മളെപ്പോലെയുള്ള വലിയ പടങ്ങൾക്കിടയിലാണ് ഞങ്ങൾ വരുന്നത്. അപ്പോൾ ഈ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഞങ്ങളെയൊക്കെ വന്ന് കണ്ട് പ്രോത്സാഹിപ്പിച്ചാലേ ഞങ്ങൾക്കത് അതിൻ്റെ ഒരു തുടർച്ച നിലനിർത്താൻ പറ്റുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യവും കൂടെ ഉണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഇത്ര ഓപ്പണായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്. തുടക്ക ദിവസങ്ങളിൽ തന്നെ ഞങ്ങളെപ്പോലുള്ള ആളുകളെ കാണാൻ വേണ്ടി വരിക. ആളുകൾ ചിലപ്പോൾ പ്രൊമോഷൻ കാണുമ്പോൾ ചിലപ്പോൾ തോന്നുമായിരിക്കും അവർക്ക്, പ്രത്യേകിച്ച് ആർട്ടിസ്റ്റുകളെയും കൂടെ കാണുമ്പോഴത്തേക്കും വിചാരിക്കുമായിരിക്കും ഇതൊരു ഫൺ മാത്രമുള്ളൊരു മൂവി ആയിരിക്കും എന്നുള്ളത്. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സെറ്റ്, അതുകൊണ്ടാണ് ഇവരെല്ലാവരും ഇത്രയും സീരിയസ് ആയിട്ട് എല്ലാവരും പല പല സ്ഥലങ്ങളിൽ ഇരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൽ ഏറ്റവും പ്രധാനം വെച്ചാൽ ഇപ്പം നിർമ്മലാണെങ്കിലും മനീഷ ആണെങ്കിലും ഒക്കെ ഇവര് സാധാരണ ഈ കോമഡി ആക്ടേഴ്സ് എന്ന് പറയുന്ന പല ആർട്ടിസ്റ്റുകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, അവരുടെ ഉള്ളിലൊരു ഭയങ്കര ആക്ടർ ഉണ്ടായിരിക്കും. അവർക്ക് അങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക്, ഒരു സ്പേസിലേക്ക് അവർ എത്തിപ്പെടാത്തത് കൊണ്ടാണ്. അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകൾ. എനിവേസ് താങ്ക് യു സോ മച്ച്. ഞങ്ങള് ഉറപ്പായിട്ടും ഈ സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണും. ഹരിശേട്ടനെ, നിർമ്മലേട്ടനെ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് സീരിയസ് ആയിട്ട് കാണണം സ്ക്രീനിൽ. വി വോണ്ട് ടു നോ, ഒരു പ്രേക്ഷകർ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ ആകാമല്ലോ, നമുക്കൊരു ക്യൂരിയോസിറ്റി ഒക്കെ വരുമല്ലോ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. സോ ഡെഫിനറ്റ്ലി ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന ആക്ടറാണ് ചേട്ടൻ്റെ കൂടെ അത്രയും സ്ട്രോങ് ആയ ഒരു കഥാപാത്രം ചേച്ചി ചെയ്യാൻ പറ്റിയത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ചേച്ചി ഇനിയെങ്കിലും ചേട്ടനോട് ഇനി അടുത്ത സിനിമയിലെങ്കിലും എനിക്കൊരു വേഷം മേടിച്ചു തരുന്നതിനെ പറ്റി ചേച്ചി പറയാൻ പറ്റും. വിഷ്ണു, കൺഗ്രാറ്റുലേഷൻസ്, ഓൾ ദ വെരി ബെസ്റ്റ്. ഇതൊരു സൂപ്പർ തുടക്കമാവട്ടെ. അച്ഛൻ ഇസ് വിത്ത് യു. What else you want, man? Thank you. നല്ലൊരു തുടക്കമാവട്ടെ, എല്ലാവർക്കും ഇഷ്ടപ്പെടട്ടെ. ഹരിശേട്ടാ, thank you so much. Thank you everyone.